ടി ആൻഡ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഞാൻ എന്നാ ഈ ചുറ്റികയും ഈ ആണിയൊക്കെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ക്രിസ്മസ് അടുത്തല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഓരോ ദിവസം സ്കൂളിൽ വിട്ട് വന്നിട്ട് കുഞ്ഞിതായിട്ട് കുറച്ച് ചെയ്ത് തീർക്കാനായിട്ട് കേട്ടോ നമ്മുടെ പരിപാടി. ഓരോ വീടുകളിലും ക്രിസ്മസിന് ട്രീയും മിന്നിക്കത്തുന്ന നക്ഷത്രങ്ങൾ വിട്ട് മിന്നിത്തിളങ്ങും കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആകുമ്പം നമ്മുടെ വീടുകളൊക്കെ എന്ത് വേണം? പുൽക്കൂട് വേണം. അപ്പോൾ പുൽക്കൂടിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ ഞങ്ങളിത് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെയാ പണി ആരംഭിച്ചാലോ? നമുക്ക് അട്ടപ്പെട്ടിയൊക്കെ ഇതിനകത്തുള്ള ആണികളൊക്കെ ഊരിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ ഊരിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതും അങ്ങനെ നമ്മൾ അഴിച്ചെടുത്തു. ഇതല്ലേ ഇങ്ങനെ നമ്മൾ അപ്പുറത്ത് തട്ടണം. അതിങ്ങോട്ട് ഉടക്കി വലിച്ചാൽ മതി. അങ്ങനെ വലിയായിട്ട് ഇതുപോലത്തെ പരിങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെ ആണിയും കൂടെ ഉള്ള കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതും കൂടെ ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. അയ്യോ, ഓക്കെ ഗൈസ്, നമ്മൾ ഊരിയെടുത്തു. അതെ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതും കൂടി ഉണ്ട്. അയ്യോ അയ്യോ അയ്യോ, അയ്യോ കഴിക്കാൻ അയ്യോ. പറഞ്ഞോ. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാ ആണിയും അങ്ങനെ ഊരിക്കഴിഞ്ഞു. ഇതുണ്ടോ, നല്ല ഷേപ്പുള്ളതൊക്കെ ഉണ്ട്. നമ്മളിവിടുത്തെ കടയിൽ നിന്നൊക്കെ എടുത്താട്ടോ ഇതൊക്കെ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഊരി വെച്ചിരിക്കുന്ന ഈ അട്ടപ്പെട്ടിയില്ലേ, ഈ ആണിയൊക്കെ ഊരിക്കളഞ്ഞു, ഇത് നമുക്ക് ഒരു വീട് പോലെ ആക്കണം. കണ്ടോ, അത്യാവശ്യം ഷേപ്പ് പോലെ ഒരു തൊള്ളി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കൊരു വീട് പോലെ സെറ്റപ്പാക്കി എടുക്കണം. ഇപ്പം എങ്ങനെയാ, കണ്ടാലോ? വായോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളാണെങ്കിൽ പുൽക്കൂടിൻ്റെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുൽക്കൂടിന് ആവശ്യമായിട്ടുള്ള ബേസ് ബോർഡുകളാണ് ഇപ്പോൾ ചേച്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീളത്തിൽ 4 പീസാട്ടോ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇനിയും ചെറുതാക്കാനുണ്ട്. ചെറുത് 4 പീസാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറുത് 4 പീസാണ് ചേച്ചി 4ആയിട്ടാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. വലുത് നമ്മൾ 4 പീസാട്ടോ എടുത്തിരിക്കുന്നത്. നല്ല നീളമുള്ള ബേസ് ബോർഡാട്ടോ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്.
അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജനലുകളാണ് നമുക്കിനി സെറ്റപ്പ് ആക്കാനുള്ളത്. ബേസ് ബോർഡ് പപ്പ കീറി എടുക്കുക കേട്ടോ. മേൽക്കൂര ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ജനലുകൾക്ക് ആവശ്യമായിട്ടുള്ള തടി കഷ്ണങ്ങളാട്ടോ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ആണി വെച്ച് അടിക്കുക കേട്ടോ. മുകളിലും താഴെയായിട്ട് ആണി അടിച്ചു കൊടുക്കണേ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇത്രയും പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങേയറ്റത്ത് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബേസ് ബോർഡാട്ടോ നമ്മൾ അകത്തൂടെ കയറ്റുന്നത്. നമ്മൾ മുൻപേ കട്ട് ചെയ്ത് വെച്ച ആ ചെറിയ പീസുകളില്ലേ, അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്തിട്ട് കൃത്യം ഇതിന് വേണ്ട അളവിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒട്ടിച്ച് വെക്കുക കേട്ടോ. നമ്മൾ തടി കഷ്ണത്തിൻ്റെ അളവിലായിട്ടോ നമ്മൾ ബേസ് ബോർഡ് മുറിക്കുന്നത്. തെർമോക്കോളിൻ്റെ സൈസിൽ നമ്മൾ വീണ്ടും മറ്റൊരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. തടിക്കഷ്ണത്തിൻ്റെ സൈസിൽ സൈഡിൽ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പായാണെങ്കിൽ ഇവിടെ എന്നെ അടുത്തുള്ള ഓരോരോ കുഞ്ഞു കുഞ്ഞു വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുവേണ്ടി പപ്പ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വരച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. ഒരു മേൽക്കൂര ഭാഗം പോലെയാണ് പപ്പ ഇത് വരച്ചിരിക്കുന്നത്. നമ്മുടെ പുൽക്കൂട് അവിടെ നമ്മൾ ഓക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ള വീടുകളാണ് നമ്മളിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൂട്ടുകാരെ ഇതാണ് നമ്മുടെ പുൽക്കൂട് കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് ഇച്ചിരിയൊക്കെ സമയം എടുത്താണെങ്കിലും നമ്മളിത് ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇടണം കേട്ടോ.
കൂട്ടുകാർ നമ്മുടെ വീട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കത്രിക അവിടെ നോക്കി ഒരു ടാറ്റ. ഹായ്. അപ്പൊ ഗൈസ് നമ്മള് കൂടി പെയിന്റ് അടിക്കാട്ടോ. നമ്മുടെ കളർ ഇതാട്ടോ. കളർ പെയിന്റ് ഒക്കെ നമ്മൾ മേടിച്ചു. അപ്പം ഇതിനകത്ത് കയറി അടിക്കണം കേട്ടോ. അങ്ങേറ്റതൊക്കെ ഇച്ചിരൂടെ എന്നാലും ഒരു ചെരിവുണ്ട്. അങ്ങോട്ട് ഇച്ചിരൂടെ നീങ്ങും. ആ ഇപ്പൊ ഓക്കെ. ദാറ്റ്സ് ഓക്കെ. ഹായ് ഗൈസ്. ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കടമ. പാട്ട് മൊത്തം പാട്ടാ. കിട്ടിയോ? ആ കുഞ്ഞു കവർന്നതോ കുഞ്ഞുങ്ങള് പണ്ടത്തെ കുഞ്ഞു പശു ഇല്ലേ? ആദ്യത്തെ ഇതാണല്ലേ? ആടായാലും പോരെ മനുഷ്യ. അകത്ത് വെക്കണം. അത് തിന്നാനുള്ള ആളാ. അപ്പൊ കൂട്ടുകാരെ, 3 ദിവസത്തെ കഠിന പ്രയത്നത്തിന് ശേഷം നമ്മുടെ പുൽക്കൂട് ഫൈനൽ ലുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ പുൽക്കൂടിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ? ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടാലോ? വായോ, ലുക്ക് ദേർ. നമ്മുടെ പുൽക്കൂട് എങ്ങനെയുണ്ട്? നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്? ചെടികളും മാലാഖമാരും ബലൂണും പാലവും പിന്നെ ഞാനികളും ലൈറ്റും കൂടി ഇട്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ആ മാത്രമല്ല നമ്മുടെ പാലസ് കൊട്ടാരമാട്ടോ
ഒന്ന് വലിയ കൊട്ടാരവും ഒന്ന് കുഞ്ഞൊരു സൈഡ് പോലത്തെ ഒരു വീട് പോലത്തെ ആട്ടോ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ച അതുപോലെ തന്നെ പായലൊക്കെ വെച്ച് എല്ലാം ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മാത്രമല്ല ഇവിടെ ഒരു കുഞ്ഞു ഗുഹയുണ്ട് കേട്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. അതിനകത്ത് ഒരു ജ്ഞാനി ഇരിപ്പുണ്ടേ. ആട്ടിടയന്മാരും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ടേ. നമ്മുടെ പാലം എങ്ങനെയുണ്ട്? പാലത്തിൽ കൂടെ നമ്മുടെ ആട്ടിടയന്മാർ സഞ്ചരിച്ച ഈശോനെ കാണാൻ വേണ്ടി എത്തുവാട്ടോ. രാജാക്കന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണീശോനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാതാവും യേശേ പിതാവും ആടുകളും പശുവും കിടാവും എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒട്ടകവും നമ്മുടെ പുൽക്കൂട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞി കുളം കണ്ടോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അതിനകത്തും ലൈറ്റൊക്കെ ഇട്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ളാരം കല്ലുകളും ഒക്കെ വെച്ച് പായലൊക്കെ വെച്ചപ്പം നല്ല ഗംഭീരമായി. അതുപോലെ തന്നെ കളറുകൾ നിറഞ്ഞ പൂക്കളും നമ്മൾ ക്രിസ്തുമസിനെ വരവേൽക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? നക്ഷത്രവും മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളും ബൾബും എല്ലാം വിറ്റപ്പം നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? അപ്പം നമ്മുടെ പുൽക്കൂട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 3 ദിവസത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പുൽക്കൂട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കൂട്ടുകാരെ, നമ്മുടെ 3 ദിവസത്തെ കഠിന പരിശ്രമത്തിന് ശേഷം നമ്മൾ അടിപൊളി സൂപ്പർ മനോഹരമായ ക്രിസ്തുമസ് പുൽക്കൂട് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ പുൽക്കൂട് എൻ്റെ മനസ്സ് പറയുന്ന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം എങ്ങനെയാ, നമുക്ക് പുൽക്കൂട് കണ്ടാലോ? വായോ ക്രിസ്മസ്. അപ്പം കൂട്ടുകാരെ, നമ്മുടെ 3 ദിവസത്തെ കഠിന പരിശ്രമങ്ങൾക്ക് ശേഷം ഏറ്റവും ബെസ്റ്റായിട്ടും മനോഹരമായിട്ടുള്ള പുൽക്കൂട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മനസ്സ് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പുൽക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തന്നെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നിങ്ങൾക്ക് നമ്മുടെ പുൽക്കൂട് കാണണ്ടേ? അപ്പം എങ്ങനെയാണ്, നമുക്ക് പുൽക്കൂട് കണ്ടാലോ? വായോ.
നമ്മുടെ പാലത്തിൽ കൂടെ ആട്ടിടയന്മാർ സഞ്ചരിച്ച ഈശോനെ കാണാൻ വേണ്ടി പുൽക്കൂടിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ പാലം? ആട്ടിടയന്മാരും അതുപോലെ രാജാക്കന്മാരും ജ്ഞാനികളും എല്ലാവരും ഈശോനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മാതാവും യേശുപിതാവും ആട്ടിടയന്മാരും ആടുകളും പശുവും കിടാക്കളും എല്ലാവരും ഈശോനെ കാത്ത് സന്തോഷത്തോടെ നിൽക്കുകയാട്ടോ. നല്ല മനോഹരമല്ലേ നമ്മുടെ പുൽക്കൂട് കാണാനായിട്ട്? ഗോമണിയിൽ കൂടെ സഞ്ചരിച്ച് പശുക്കൾക്ക് വേണ്ടിയുള്ള കച്ചി മണ്ടയിലാട്ടോ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. മണ്ടയിൽ ഒരു തട്ടുണ്ട് കേട്ടോ, അവിടെയായിട്ടാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു മനോഹരമായ കുഞ്ഞൊരു കുളവും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ മനോഹരമായ കല്ലുകളും പച്ചപ്പ് നിറഞ്ഞ പായലുകളും നിറഞ്ഞ അടിപൊളി പുൽക്കൂടാട്ടോ നമ്മുടെ ഇത്തവണത്തെ പുൽക്കൂടെ. ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുകയാണ്. മിന്നിത്തിളങ്ങുന്ന ആട്ടിടയൻ സഞ്ചരിച്ച് ഈശോനെ കാണാൻ വേണ്ടി ചെല്ലുവാട്ടോ. അതുപോലെ ഒട്ടകങ്ങളും ആടുകളും നല്ല മനോഹരമാട്ടോ കാണാനായിട്ട്. അവിടെ മനോഹരമായ കല്ലുകളൊക്കെ വെച്ച് കൊടുത്ത് ഒരു ആടാണെങ്കിൽ ഇവിടെ വെള്ളവും കൂടെ കുടിക്കുക കേട്ടോ. നല്ല മനോഹരമായിട്ടില്ലേ? എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്? അത് മാത്രമല്ല ഈശോയുടെ പുൽക്കൂടിന് കുറച്ച് ദൂരെയായിട്ട് മനോഹരമായ ഒരു കുഞ്ഞു വീടും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു നല്ല അടിപൊളി പാലസും ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ പാലസും അതുപോലെ കുഞ്ഞു വീടും? ഒരുപാട് വഴികൾ നടന്നാട്ടോ ഈ പാലസിലേക്കും വീട്ടിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. നല്ല മനോഹരമല്ലേ നമ്മുടെ കുഞ്ഞു പാലസും അതുപോലെ നമ്മുടെ കുഞ്ഞു വീടും കാണാനായിട്ട്? പടക്കുകൾ പടപടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ആ വലിയതാണ് നമ്മുടെ പാലസ്. അടുത്തിരിക്കുന്നതാട്ടോ നമ്മുടെ ഒരു കുഞ്ഞു മനോഹരമായിട്ടുള്ള വീട്. എങ്ങനെയുണ്ട്? അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് നമ്മുടെ പുൽക്കൂട്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഈ പുൽക്കൂട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ഏവർക്കും ഉണ്ണി യേശുവിൻ്റെ പിറവി തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ടാറ്റാ.